എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സോഫ്റ്റ് ആയിട്ടും വായിലിട്ടാൽ അലിയും വിധത്തിലുള്ള ഗോതമ്പിലയുടെയാണ്. ഈ ഒരു ഇലയുടെ തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് വളരെ എളുപ്പമാണ്. ഇതിനായിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് 2 കപ്പ് അളവിലാണ് ഗോതമ്പ് പൊടി എടുക്കേണ്ടത്. ഗോതമ്പ് പൊടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 സ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് പാൻ ചൂടായി വരുമ്പോഴേക്കും 250 ഗ്രാം അളവിലുള്ള ശർക്കര 1 ഗ്ലാസ് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് അരമുറി നാളികേരം ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും 2 പഴുത്തിട്ടുള്ള പഴവും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി വറ്റിച്ചെടുക്കാം. പഴവും ശർക്കര പാനിയും നല്ലതുപോലെ വെന്തൊന്ന് വറ്റി വരുന്ന പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിലെ ഏലക്കയും ചുക്കും കൂടി ചേർത്ത് പൊടിച്ച പൊടി ചേർക്കാം. ഈ ഒരു പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വാഴയില എടുത്ത് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ കൈ ഒന്ന് നനച്ചതിന് ശേഷം നമ്മൾ കുഴച്ചു വെച്ചിട്ടുള്ള മാവിൽ നിന്നും കുറേശ്ശെ മാവെടുത്ത് നല്ലതുപോലെ ഒന്ന് തിന്നായിട്ട് പരത്തിയെടുക്കാം. ഗോതമ്പ് മാവ് പരത്തിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇലയിൽ നല്ല പോലെ പരത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു ഭാഗത്തായിട്ട് നമ്മൾ വിളയിച്ച് വെച്ചിട്ടുള്ള നാളികേര കൂട്ട് ചേർത്ത് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്തതിന് ശേഷം ആവിപാത്രത്തിലേക്ക് മാറ്റാം. എല്ലാ ഭാഗവും ഒരേ ഷേപ്പിൽ പരത്തി കഴിഞ്ഞാൽ അടുത്തത് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ഇലയുടെയും നമുക്ക് പരത്തിയതിന് ശേഷം ആവിയിൽ തന്നെ വെച്ച് വേവിച്ചെടുക്കണം. 20 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഇലയുടെ എല്ലാം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്നിട്ടുള്ള ഇലയുടെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടമായ ഇലയുടെ ഇവിടെ റെഡിയാണ്. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫുൾ വീഡിയോ കണ്ട് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.